കുടുംബമടക്കം വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ക്രൂരമായി തട്ടുകടക്കാരും ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ച വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. കൊച്ചി വരാപ്പുഴയിൽ നിന്നും ഒരു കുടുംബത്തിലെ 20 പേര് പോയ ട്രാവലർ ഉൾപ്പെടെയാണ് പാലായിലെ തട്ടുകട ഗുണ്ടാസംഘം ആക്രമിച്ചത്. കാരണം ഈ തട്ടുകടയിൽ നിന്ന് ഇവർ ആഹാരം കഴിച്ചപ്പോൾ ചീഞ്ഞ ബീഫ് കറിയായിരുന്നു കിട്ടിയത്. ബീഫ് കറിക്ക് വല്ലാത്ത മണം അനുഭവപ്പെട്ടു. കഴിച്ചപ്പോൾ ചീഞ്ഞു നാറിയ രുചിയും. ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമായി വിനോദയാത്രാ സംഘത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ തല്ലിച്ചതച്ചു. ഇവരുടെ ടെമ്പോ ട്രാവലർ വാഹനവും ഗുണ്ടകൾ ആക്രമിച്ചു. പാലാ മഹാറാണി ജംഗ്ഷനിലെ ജോയ്സ് ഫാസ്റ്റ് ഫുഡ് നാടൻ തട്ടുകടയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഗുണ്ടായിസം അവരോട് കാണിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീകൾ ഉൾപ്പെടെ 6 പേര് പരിക്കേറ്റ് ആശുപത്രിയിലായി. പിണറായി വിജയന്റെ പോലീസ് ആകട്ടെ കേസ് എടുക്കാതെ FIR ഇടാതെ കേസ് ഒഴിവാക്കുന്നു. ഇതുവരെ കേസിൽ FIR ഇട്ടിട്ടില്ല. പാലാ പോലീസ് ഒത്തുകളിച്ചു. സ്ത്രീകളെ അടക്കം തല്ലിച്ചതച്ചിട്ട് പാലായിൽ ഈ തട്ടുകടയും പോലീസും നീതി നിഷേധിക്കാൻ കാരണം ജോസ് കെ മാണിയുടെ ഇടപെടൽ എന്നും ഗുരുതരമായ ആരോപണമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഉയരുന്നത്. നമ്മൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്ന്. അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇതേതാണ്ട് വെള്ളരിക്ക പട്ടണമായി കഴിഞ്ഞു. ഓരോരുത്തർക്കും നീതി നിഷേധിക്കപ്പെടുന്ന, രാഷ്ട്രീയവും മതവും നോക്കി മാത്രം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന, കൊടി നോക്കി അണികളുടെ എണ്ണം നോക്കി മാത്രം വസ്തുതകൾ നോക്കുകയും പ്രതികരിക്കുകയും കേസെടുക്കുകയും നീതി നടപ്പാക്കുകയും നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ചില അവസരങ്ങൾ നമുക്കിടയിലുണ്ട്. യാത്രക്കാരെ ക്രൂരമായി തട്ടുകടക്കാരും ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ചു. കുടുംബമടക്കം വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ക്രൂരമായി തട്ടുകടക്കാരും ഗുണ്ടകളും ചേർന്ന് ആക്രമിച്ചു. അഹങ്കാരം അടിച്ചതുകൊണ്ടാണ്. അടിച്ചില്ലാതെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അടിച്ചു. പെണ്ണിനെ തല്ലിട്ട് നീ നെകളിക്കണം. കാണിച്ചരാ. നീ 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 ഇവൻ 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 നീ നീ നിക്ക്. അടിയും ബഹളമൊക്കെയാണ്. പുഴയിൽ നിന്നും ഒരു കുടുംബത്തിലെ 20 പേർ പോയ ട്രാവലർ ഉൾപ്പെടെയാണ് പാലായിലെ തട്ടുകട ഗുണ്ടാ സംഘം ആക്രമിച്ചത്. കാരണം ഈ തട്ടുകടയിൽ നിന്നും ഇവർ ആഹാരം കഴിച്ചപ്പോൾ ചീഞ്ഞ ബീഫ് കറിയായിരുന്നു കിട്ടിയത്. ബീഫ് കറിയിൽ വല്ലാത്ത മണം, കഴിച്ചപ്പോൾ ചീഞ്ഞ നാറിയ രുചി. ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമായി വിനോദയാത്രാ സംഘത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ തല്ലിച്ചതച്ചു. ഇവരുടെ ടെമ്പോ ട്രാവലർ വാഹനവും ഗുണ്ടകൾ ആക്രമിച്ചു. പാലാ മഹാറാണി ജംഗ്ഷനിലെ ജോയ്സ് ഫാസ്റ്റ് ഫുഡ് നാടൻ തട്ടുകടയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഗുണ്ടായസം നടത്തിയത്. പോലീസ് വരും വേസ്റ്റ്. നമ്മള് പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു. ഇത് പറയുന്നതിന് മുമ്പേ ഞങ്ങൾ ഇതും ശാന്തമാക്കാനായിട്ട് ആദ്യം നോക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ എനിക്ക് ഒന്നും സംസാരിക്കണ്ട. ഞാൻ അവിടെ സംസാരിച്ചു. നിങ്ങൾ മേളിലോട്ട് ശരി. അഹങ്കാരം കൊണ്ടാണ് ഈ പ്രശ്നം. പിന്നെ ആയിക്കോട്ടെ. അഹങ്കാരം അടിച്ചത് കൊണ്ടാണ്. അടിച്ചില്ലാതെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അടിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പരിക്കേറ്റ് ആശുപത്രിയിലായി. പിണറായി വിജയന്റെ പോലീസ് ആകട്ടെ കേസ് എടുക്കാതെ FIR ഇടാതെ കേസ് ഒഴിവാക്കുന്നു. ഇതുവരെ കേസിൽ FIR ഇട്ടിട്ടില്ല. പാലാ പോലീസ് ഒത്തുകളിച്ചു. സ്ത്രീകളെ അടക്കം തല്ലിച്ചതച്ചിട്ട് പാലയിൽ ഈ തട്ടുകടയും പോലീസും നീതി നിഷേധിക്കാൻ കാരണം ജോസ് കെ മാണിയുടെ ഇടപെടലെന്നും ഗുരുതര ആരോപണം. ഒരു കുടുംബത്തിന് പോലും യാത്ര പോകാനാകാത്ത ഭീകര തെരുവും രാത്രികളുമായി കേരളം മാറി. ഇപ്പോൾ മധുരയിലെ പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ പാർട്ടി കോൺഗ്രസ് നടത്തുന്ന ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ കുടുംബം ഒന്നായി അറിയിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം. ഇത്രയും ഫാമിലി ആയിട്ട് ഞങ്ങളൊരു സന്തോഷമായ ഉല്ലാസയാത്ര പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് അത്രയും വിശപ്പായിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊരു മഹാറാണി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാലായിൽ വന്നപ്പോൾ ഒരു തട്ടുകട കണ്ടു. ആ തട്ടുകട കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ. കുട്ടികളുണ്ടായിരുന്നു, വയസ്സായവരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വിശന്ന് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ അവിടെ കയറാന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തി കയറിയതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു മൊത്തം. അപ്പൊ ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങളുടെ 5 ടേബിളിലായിട്ട് ഞങ്ങൾ ഇരുന്നു. ഫുഡ് വന്നതിൽ ബീഫ് എന്ന് പറയുന്ന സാധനം, ദോശയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. അതിൽ ബീഫ്
നമുക്ക് ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു, സ്മെല്ല് അടിച്ചായിരുന്നു. ആദ്യം ഒരു ബീഫ് റോസ്റ്റ് അത് തന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കി ബീഫ് ഫ്രൈ തന്നതിൽ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാരണം സ്മെല്ല് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. 1-2 കഷ്ണം കഴിച്ചപ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റി, കുറച്ച് കേട് വന്നിട്ടുണ്ട്, അത് പഴകിയതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പയ്യൻ അവൻ ചെന്ന് ചോദ്യം ചെയ്തു. ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ മാറ്റി ഹോട്ടലിന്റെ ഓണറടുത്ത് ഞാൻ മാറ്റിയിരുന്നു. ഞാൻ ചോദിച്ചു, ഈ ബീഫ് നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്, ഇതൊന്നും മാറ്റി തരാൻ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും. അപ്പൊ അത് തട്ടിപ്പറിച്ച് എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ, കാശൊന്നും തരണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. എന്നോട് 500 ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. പിന്നെ അവിടുന്ന് ആ ഓണറും അവിടുത്തെ സ്റ്റാഫും എല്ലാവരും ഞങ്ങളുടെ ലേഡീസിനോടും എല്ലാവരോടും ഭയങ്കര ബാഡ് ബിഹേവിയേഴ്സ് കാണിച്ചു. ഭയങ്കര അച്ഛനും അമ്മേനെയും കയറി തെറി വിളിച്ചും കുറെ ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് ഞങ്ങളെ ഭയങ്കര ലൈക്ക് തള്ളി പുറത്താക്കിയ രീതിയിൽ അവിടുത്തെ നാട്ടുകാർ ഫുള്ളും മറ്റേ കൂടിയിട്ട് ഞങ്ങളെല്ലാം ഇതായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ്, ആ ബീഫ് കേടായ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് ഞങ്ങളെടുത്ത് മാറ്റാൻ ഞങ്ങളുടെ ഡ്രൈവർ വണ്ടിയിലിട്ട് കഴിഞ്ഞപ്പോ പുള്ളിനെ കൊങ്ങയ്ക്ക് പിടിച്ച് കൊല്ലാൻ. ഞാനാണ് ഫുഡ്, എന്റെ കയ്യിൽ ഒരു പ്ലേറ്റ് ബീഫ് കിട്ടിയായിരുന്നു. അപ്പൊ ഞാനത് നൈസായിട്ട് നമ്മളെ പോലീസ് വന്നിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചായിരുന്നു. സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. അപ്പൊ തന്നെ പോലീസുകാർ പറഞ്ഞു, നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാനത് മാറ്റി വെക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഓടി വന്ന് എന്റെ തട്ടിപ്പറിച്ചെടുത്തിട്ട് വേറൊരു പയ്യന്റെ കൊടുത്തു വിട്ടിട്ട് എന്റെ കൊങ്ങ കയറി പിടിച്ച് എന്നെ തള്ളിയിട്ടു. എന്റെ പുറകിൽ നിന്ന് എന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പെട്ടെന്ന് അത് കണ്ട് പാനിക്കായി, അവർക്ക് ശ്വാസം മുട്ട് വന്നു. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇതിപ്പോ സംസാരിച്ചത് ഡ്രൈവറാണ്, വണ്ടിയുടെ ഡ്രൈവർ. അത് പുള്ളി എന്റെ തന്നു. അവർ കഴിച്ചത് എന്റെ കയ്യിൽ നിന്ന് തട്ടി പ്ലേറ്റ് പിടിച്ച് പറിച്ചുകൊണ്ട് പോകായിരുന്നു. HDFC ബാങ്കിൽ CCTV ചെക്ക് ചെയ്ത് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മുടെ ഇന്ന് ആ ബീഫിന്റെ പ്ലേറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. പിന്നെ ആ ബീഫ് തട്ടിപ്പറിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് 4 പേരും കൂടിയിട്ട് ആ ഡ്രൈവറെ ഇടിക്കാൻ വന്നു. കൊങ്ങയ്ക്ക് പിടിച്ച് വണ്ടിയുടെ അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങളുടെ അത് പിടിച്ചു മാറ്റാൻ പോയ 2 ലേഡീസിനും നല്ലപോലെ തള്ളി മാറ്റി ഇടിച്ച് കൈ വീശിയപ്പോ ആ ലേഡിക്ക് ID കൊണ്ട് സ്പോട്ടില് ഞങ്ങള് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വന്ന് ആ സമയത്തായിരുന്നു ഒരു കുട്ടിക്ക് പാനിക്കായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ എല്ലാവരും നിൽക്കണായിരുന്നു. ആ കുട്ടീനെ തളർന്ന് വീണ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉടനെ തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോഴത്തേക്കാണ് പോലീസ് വന്നത്. പോലീസ് വന്ന ഉടനെ തന്നെ കടയിലേക്കാണ് ആദ്യം കയറിച്ചത്. അവരുടെ കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് കാര്യം എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്തില്ല. ആദ്യം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാനോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് അവർ ചെവി കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഞങ്ങളെല്ലാം ആ ബീഫ് ഒന്ന് സ്മെല്ല് ചെയ്യാൻ പോലും അവർ നിന്നില്ല. അതേപോലെ ഈ കുട്ടി പാനിക് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടി അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഓട്ടോറിക്ഷയിൽ കയറ്റുന്നത്. സ്പോട്ടിൽ അവിടെ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് പോലും ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവസാനം ഡയലോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരം കൊണ്ടിട്ടാണ് അവിടെ അത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. ആയിക്കോട്ടെ. അഹങ്കാരം അടിച്ചതുകൊണ്ടാണ്. അടിച്ചില്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു. അടിച്ചു. പോലീസ് വേസ്റ്റ് നമ്മള് പറയുന്നത് കേൾക്കുന്ന പോലുമില്ല. ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ 2 ഇതും ശാന്തമാക്കാനായിട്ട് ആദ്യം നോക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ എനിക്ക് ഒന്ന് സംസാരിക്കണം. ഞാൻ അവിടെ സംസാരിക്കാം. നിങ്ങൾ മേലോട്ട് ഇതിനു മുമ്പ് ഞങ്ങൾ എറണാകുളംകാരാണ്. ഞങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാരും കൂടി വെള്ളം അടിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്. ഞങ്ങൾ അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് അതിന് വേണ്ടി പൈസ കൊടുക്കാതിരിക്കാൻ മനഃപൂർവ്വം അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് പോലീസുകാർ വന്നിട്ട് പറഞ്ഞത്. നാട്ടുകാർ ഉൾപ്പെടെ അത് തന്നെയാ പറഞ്ഞത്. അതായത് നമ്മൾ പറയുന്ന കാര്യം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഈ ജോയ്സ് തട്ടുകട, ഫാസ്റ്റ് ഫുഡ് ആൻഡ് തട്ടുകട എന്ന് പറഞ്ഞ പാല മഹാറാണി ജംഗ്ഷനിലുള്ള കടയുടെ അവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഈ കടയിലുള്ള ജീവനക്കാര് അവിടെയുള്ള ഗുണ്ടകളെ പോലെ തോന്നുന്ന കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തി. അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങളുടെ ഡ്രൈവറിനെ പിടിച്ച് തള്ളുകയും ഉന്തുകയും കഴുത്തിന് കുറയ്ക്കുകയും പിടിച്ച് വല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗുണ്ടകളുടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആക്രമണം തന്നെയായിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പാനിക്കായി. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പേടിച്ചു. ഞങ്ങളെ സത്യത്തിൽ തിരിച്ചടിച്ചില്ല. ഞങ്ങള് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൊന്നേനെ. ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കത്ത്. ആ കുട്ടികളെ വരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ നോക്കിയായിരുന്നു. നമ്മൾ തിരിച്ചടിക്കാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇത്രയും പ്രശ്നങ്ങൾ നടന്നുണ്ടെങ്കിലും ഞങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസുകാരെ വന്നിട്ട് ഞങ്ങൾ പറയണമെന്ന് കേൾക്കാനൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ആ എടുത്ത വീഡിയോ കാണാൻ പോലും അവരൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കാണിച്ചില്ല. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണോ എന്നുള്ള ഒരു രീതിയിലാണ് പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളടുത്ത് സംസാരിച്ചത്. അതെ അത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് പോലീസുകാർ അവർക്കെതിരെ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് നോക്കാനോ കഴിക്കാത്ത ഭക്ഷണത്തിനും അതായത് കണക്കിൽ പെടാത്ത
കൂടുതൽ ബില്ലാണ് അവർ ഞങ്ങളുടെ GST ഞങ്ങൾക്ക് GST ബില്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബില്ല് കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കേസ്. പിന്നെ ഈ പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തതും. അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ച സാധനങ്ങളുടെ പൈസ തരാം എന്നുള്ളത് പറഞ്ഞപ്പോ നിങ്ങൾ പൈസ തരട്ടെ, പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവല്ലേ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടത് കുഞ്ഞു കുട്ടികൾ വരെ ഞങ്ങളുടെ കൊടുത്തിലേക്ക് നോക്കി. ഈ കുട്ടികളൊക്കെ ഇന്നലെ കഴിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അതുങ്ങളുടെയൊക്കെ അവസ്ഥ? ഞങ്ങൾക്ക് അത്രയും വിശന്ന് ഇന്നലെ റംസാന്റെ ആ ഒരു ഇതായത് പല സ്റ്റേഷനിൽ ഞങ്ങൾ വന്ന് അത്രയും വിശന്ന് സഹിക്കാൻ പറ്റാത്ത അവര് കംപ്ലൈന്റ് ചെയ്ത് പോയതാണ്. ഈ ജോലിസിനെ വളരെ മോശം ബിഹേവിയറാണ്. നാട്ടുകാരെ എല്ലാവരും വളരെ മോശമായിട്ട് സൗണ്ടേ വേറെയും വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാര് അവരുടെ ഫോട്ടോ ഞങ്ങളുടെ ഹോട്ടലിൽ കയറുന്ന സമയത്ത് ഹോട്ടലുകളും കുറച്ച് ആൾക്കാർ മാത്രമേ ഹോട്ടലിലൂടെ പുറത്തുനിന്ന് വന്നവരാണ് ഞങ്ങളുടെ അടുത്ത് ഇവന്റെ കൂട്ടുകാരുണ്ട് 4 പേര്. ഈ ഗുണ്ടകളെ ഈ ജീവനക്കാരന്മാരെ വിളിച്ചു വരുത്തിയിട്ടാണ് അത്രയും പ്രശ്നം അവിടെ നടന്നത്. ഞങ്ങളുടെ ഡ്രൈവറിനെ തല്ലി ചെയ്തു. അത്രയും കയറി പിടിച്ചതുമല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകൊച്ചിനും അടി കിട്ടിയിട്ടുണ്ട്. ആണിന് അടി കൊടുത്തതാണ്, അത് കിട്ടിയത് പെണ്ണിനാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ മോശമായിട്ടുള്ള മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളെപ്പോലെ നിങ്ങളും നാളെ ഒരു ദിവസം ആ തട്ടുകടയിൽ കയറേണ്ട, അതായത് ജോയ്സ് നാടൻ ഭക്ഷണശാല ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന മഹാറാണി ജംഗ്ഷനിലുള്ള HDFC ബാങ്കിന്റെ തൊട്ട് സമീപത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഹോട്ടലിൽ ഇനി നിങ്ങൾ ആരെങ്കിലും കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവയർനെസ് തരുന്നത്. ആക്ച്വലി അവിടുത്തെ ആൾക്കാർക്കും ഈ ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പേടിച്ചിട്ടാണ്, എന്തിനാണ് പേടിക്കണേ എന്നുള്ളത് അറിയില്ല. പേടിച്ചിട്ടാണ് ഇവര് സത്യത്തില് ആരെടുത്തും ഒന്നും മിണ്ടാത്തത്. ഹോസ്പിറ്റലിൽ ഇന്നലെ കാണിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. അതായത് ഞങ്ങൾ ഛർദ്ദിച്ചതിന്റെ ആ സാമ്പിള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ചോദിച്ചു മേടിച്ചാണ്, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതാണ്. അവര് അതിന് ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഹോസ്പിറ്റലുകാർക്ക് അങ്ങനെ ഇല്ല എന്നാണ് മെഡിക്കൽ കോളേജ് പറയുന്നത്. മൂന്നാമതൊരാള് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഛർദ്ദിച്ച് തളർന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറയാം മെഡിക്കൽ സെന്ററിലോട്ട് നിങ്ങൾ കൊണ്ടുപോകോളാം. ഇതാണ് ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ഒരു ക്ലിനിക് ആണെങ്കിലും ഒരു പേഷ്യന്റിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുമല്ലോ. അതുപോലും കൊടുക്കാതെ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് വിട് എന്നാണോ പറയുന്നത്? അറ്റ്ലീസ്റ്റ് അതെന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് ബെഡിലേക്ക് ഇങ്ങനെ കിടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് ആണല്ലോ അത് പറയേണ്ടത്, ഒരു നഴ്സ് ആണോ പറയേണ്ടത്? മാത്രമല്ല ഞാൻ പറയട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് 2 പേര് വന്നു. അപ്പൊ ഇവര് ഇങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചപ്പോ അവിടെ എന്താ സംഭവം ഉണ്ട് ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഏതാ കട ഏതാണെന്നറിയാം. ഞാൻ പറഞ്ഞു കറക്റ്റ് അറിയില്ല, ഒരു HDFC ബാങ്കിന് ഇപ്പുറത്താ. അപ്പൊ അവര് ഇങ്ങനെ നഴ്സുമാർ തമ്മിൽ അങ്ങനെ ഇങ്ങനെ ജോയിച്ചാന്റെ ആണോ അങ്ങനെ എന്തോ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ മാറി നിന്നിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇവര് കുറച്ചുപേര് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആള് വന്നപ്പോഴാണ് ഇനി ഇവിടെ വേണ്ട, നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ അവർക്കും ആ ആൾക്കാരെ അറിയാമെന്നുള്ളൊരു ഇത് മനസ്സിലായി. ആൾക്കാരായിരിക്കാം അവർക്ക് കോള് വരാനായിട്ട് ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളും എറണാകുളത്ത് നിന്ന് പാലയിലേക്ക് വന്നേക്കാണ്. അപ്പൊ എറണാകുളത്ത് മാത്രമേ എറണാകുളംകാർക്ക് സേഫ്റ്റി ഉള്ളൂ എന്നാണ് എന്റെ ഒരു ചോദ്യം. എല്ലാവരും കാണണ്ടേ? എല്ലാ മക്കൾക്കും ഇതൊരു അനുഭവമായിരിക്കും. എവിടെ പോയാലും അതേപോലെ നോക്കി കണ്ട് ഭക്ഷണം കഴിക്കും. ഇതും ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതാണ് എന്നറിയുമ്പോഴാണ് ഇരകളുടെ വാദം കേൾക്കാതെ അവരുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ അവർ പിടിച്ച വീഡിയോകളോ കാണാതെ തന്നെ ആദ്യമേ പോലീസുകാർ വന്ന് വിധി എഴുതി ആരാണ് പ്രതി ആരാണ് വാദി. സുന്ദര കേരളം, നവോത്ഥാന കേരളം തന്നെയാണ്. ഭരണം മാറിയപ്പോൾ എല്ലാം ശരിയായി. നന്ദി.